ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് ഡെറിവേറ്റീവ് എന്ന് മനസ്സിലാക്കി. ഡെറിവേറ്റീവ് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ സ്ലോപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായി. റൈറ്റ്, ഇനി നമ്മൾ ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ച ഡെറിവേറ്റീവ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ ഒരു ഓക്കെ വേണമെങ്കിൽ ഒരു കൈനമാറ്റിക് പ്രോബ്ലം എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റൈറ്റ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് സപ്പോസ് ഇതൊരു വാളാണ്. റൈറ്റ്, വാളും ഒരു ഗ്രൗണ്ടും ആണ്. ഇതൊരു വടി ഞാനിങ്ങനെ ചാരി വെച്ചേക്കുക. റൈറ്റ്, ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്, ഈ ഡിസ്റ്റൻസ് ആണ് വൈ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഇതാണ്: ഞാൻ ഈ വടിയെ ഈ ഡയറക്ഷനിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യിപ്പിക്കുന്നു. റൈറ്റ്, എനിക്കറിയേണ്ടത് എങ്കിൽ എത്ര സ്പീഡിലായിരിക്കും ഈ വടിയുടെ ഈ എൻഡ് താഴോട്ട് വരുന്നത്. അതായത് ഞാൻ ഈ വടിയുടെ താഴത്തെ എൻഡിനെ ഞാൻ സ്ലൈറ്റ്ലി ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഈ മുകളിലത്തെ എൻഡ് എത്ര സ്പീഡിലാണ് താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. നമുക്ക് ഈ വെലോസിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ബേസിക്കലി അറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ ഡെറിവേറ്റീവ് ആണ്. സോ എനിക്ക് ഡിസ്റ്റൻസ് അല്ല, പ്രിസൈസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷന്റെ ഡെറിവേറ്റീവ് ആണ്. സോ എനിക്ക് പൊസിഷൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് എനിക്ക് ബേസിക്കലി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലെ വെലോസിറ്റിയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് വേണ്ടത്. സോ ഞാൻ ബേസിക്കലി ചെയ്യേണ്ടത് ഇവിടുത്തെ കോർഡിനേറ്റിനെയും, അതായത് ഈ കോർഡിനേറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ആ റിലേഷൻഷിപ്പിനകത്തുനിന്ന് അതിന്റെ ഡെറിവേറ്റീവ്സ് നടക്കുന്ന റിലേഷൻഷിപ്പ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്, ഈ ഡിസ്റ്റൻസ് ആണ് വൈ. സപ്പോസ് നമ്മുടെ റോഡിന്റെ ലെങ്ത് എൽ ആണ്. സോ ഞാൻ എൽ എന്ന് എഴുതുന്നു. എങ്കിൽ ഇവർക്കിടയ്ക്ക് എന്തായാലും നമുക്കറിയാം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പൈതഗോറസ് തിയറം അനുസരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ. ഓക്കെ, റൈറ്റ്. എനിക്ക് എന്താ വേണ്ടത്? ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനുള്ള വെലോസിറ്റി, ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനുള്ള വെലോസിറ്റി. ഓക്കെ, നോക്കാം. ഞാൻ എന്താ എൻ്റെ ഈ ഇക്വേഷൻ ഉണ്ട്, ഞാൻ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എനിക്ക് എന്തോ കിട്ടും? 2x dx by dt plus 2y dy by dt equal to L. L ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ ഈക്വൽ ടു 0. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഓക്കെ 2 രണ്ട് സൈഡിൽ നിന്നും കോമൺ എടുക്കാം, അത് ക്യാൻസൽ ചെയ്ത് പോവും. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റിയാണ്. സോ ഞാൻ അതിനെ വി എക്സ് എന്ന് എഴുതുന്നു. ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിലെ വെലോസിറ്റിയാണ്. സോ ഞാൻ അതിനെ വി വൈ എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ഈ റിലേഷൻ എങ്ങനെയാവും? എക്സ് ഇൻറ്റു വി എക്സ് പ്ലസ് വൈ ഇൻറ്റു വി വൈ ഈക്വൽ ടു 0. ഇനി കണ്ടുപിടിക്കേണ്ടത് വി വൈ ആണ്. അപ്പൊ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് വൈ വി വൈ ഈക്വൽ ടു മൈനസ് എക്സ് വി എക്സ്. ദാറ്റ് ഇംപ്ലൈസ് വി വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൈ വി എക്സ്. ഇനി എന്താണ് എക്സ് ബൈ വൈ എന്ന് നോക്കാം. നമ്മുടെ ഈ പർട്ടിക്കുലർ കാൽക്കുലേഷൻ നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഫിഗറിനകത്ത് നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും. ഈ ആംഗിൾ തീറ്റയാണ്. സപ്പോസ് തീറ്റയാണ്. ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്, ഈ ഡിസ്റ്റൻസ് വൈ ആണ്. എങ്കിൽ എനിക്ക് ഇതിനകത്ത് എഴുതാം വൈ ബൈ എക്സ്, അതായത് ഈ ലെങ്ത് ബൈ ഈ ലെങ്ത്, അത് ടാൻ തീറ്റയാണ്. എങ്കിൽ എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പ് എനിക്ക് എങ്ങനെ എഴുതാം? വി വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ബൈ ടാൻ തീറ്റ. ക്ലിയർ? ഇതെനിക്ക് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിംപ്ലർ കാൽക്കുലേഷൻ ആയതുകൊണ്ട് ചെയ്തോന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തിങ്ക് ചെയ്യാം എന്തുകൊണ്ടാണ്, അതായത് ഞാൻ ഈ വി എക്സ്, അതായത് ഞാൻ ഈ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ഞാൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ ആ ഒബ്ജക്റ്റ് 5 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു. സോ ഇറ്റ്സ് പ്ലസ് 5. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി എനിക്കൊരു നെഗറ്റീവ് നമ്പർ ആയിട്ടാണ് കിട്ടുന്നത്. ബിക്കോസ് ടാൻ തീറ്റ എന്തായാലും പോസിറ്റീവ് ആണ് നമ്മുടെ ഈ ഗിവൺ സിനാരിയോയിൽ. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വൈ എനിക്ക് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. എന്തുകൊണ്ടായിരിക്കും? അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യുവാണ്. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടൈം മാറുന്നതിനനുസരിച്ച് വൈക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. ഇവിടെ വൈ കോർഡിനേറ്റ് കുറയുവാണ്. സോ ഫൈനൽ വാല്യൂ ഓഫ് വൈ ഇനിഷ്യൽ വാല്യൂ ഓഫ് വൈനേക്കാളും ചെറുതാണ്. സോ ചേഞ്ച് നെഗറ്റീവ് ആണ്. അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി മൈനസ് ആയി. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മളൊരു സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്തു.
ഓക്കെ, നമുക്കറിയേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്. ഈ ഫംഗ്ഷനെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഡി ബൈ ഡി എക്സ്. നമ്മൾ ഇതിനെ വിളിക്കുന്നവരാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഈ സാധനത്തെ ഇനി ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സിനെ ഞാൻ 2 പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ വിളിക്കുന്നവരാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അതായത് ഞാൻ ഇതിനെ സിംബോളിക്കലി ഞാൻ ഇങ്ങനെ എഴുതുന്നത് ഡി സ്ക്വയർ എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ. ഒരിക്കലും തിങ്ക് ചെയ്യരുത് ഈ സാധനം എന്താ ഇതാണെന്ന്, അതായത് ഡി എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ. ഒരിക്കലും അല്ല, ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ മാത്രമാണ് ഡി സ്ക്വയർ എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ. എങ്കിൽ സപ്പോസ് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ ഞാൻ 10 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? ഞാൻ ഇങ്ങനെ എഴുതും ഡി റൈസ് ടു 10 എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് റൈസ് ടു 10. ഇതാണ് ആക്ച്വലി മൾട്ടിപ്പിൾ ഡെറിവേറ്റീവ്സ്. ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഫിസിക്സിൽ സംസാരിക്കുന്ന സമയത്ത് കൂടുതലും സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ആക്കി നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എല്ലാത്തിനെയും ഗവേൺ ചെയ്യുന്ന ലോ, ന്യൂട്ടന്റെ ലോ പോലും ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അതായത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ എഫ് ഈക്വൽ ടു എം എന്ന് എഴുതുമ്പോൾ അവിടെ ഓൾറെഡി ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ഒരു ഇക്വേഷൻ വന്നു. നമ്മൾ എൻഡ് ഓഫ് ദ ഡേ ആ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വേണ്ടി സംസാരിക്കും, നമ്മൾ അത് സോൾവ് ചെയ്യാണ് ബേസിക്കലി ചെയ്യുന്നത്. സോ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്ന സംഭവമാണ്, നമ്മുടെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. അതായത് ആ ഫംഗ്ഷന്റെ ചില പോയിന്റ്സിൽ ആ ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കും, ചില പോയിന്റ്സിൽ ഫംഗ്ഷൻ മിനിമം ആയിരിക്കും. അപ്പൊ എനിക്കറിയണം എൻ്റെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനിൽ എവിടെയൊക്കെയാണ് മാക്സിമംസ് വരുന്നത്, എവിടെയൊക്കെ ആയിരിക്കും മിനിമം വരുന്നത്, എന്താ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇപ്പൊ സപ്പോസ് ഇപ്പോൾ ഫിസിക്സിൽ എൻ്റെ ഇപ്പോൾ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്, റൈറ്റ്? എനിക്ക് ഈ സിസ്റ്റത്തിന്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ ഏതാണ് എന്നൊക്കെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും അറിയായിരിക്കും, നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എസെൻഷ്യലി അവിടെ ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ എടുക്കും. എന്നിട്ട് ആ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷന്റെ മിനിമം കാൽക്കുലേറ്റ് ചെയ്യും. എവിടെയാണോ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്നത് അവിടെയാണ് ആക്ച്വലി ആ സിസ്റ്റം സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ മിനിമം എവിടെയാണ് എന്ന ക്വസ്റ്റ്യൻ വളരെ സെൻട്രൽ ആണ്. നമുക്ക് എപ്പോഴും മിനിമം എവിടെയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ മിനിമം എവിടെയാണ്, ഇനി ആ ഫംഗ്ഷന്റെ മാക്സിമം എവിടെയാണ്, റൈറ്റ്? ഇതൊക്കെ നമുക്ക് അറിയണം. സോ നമുക്ക് ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് അതായത് എനിക്ക് അറിയേണ്ടത് മാക്സ് ആൻഡ് മിൻ ഓഫ് എ ഫംഗ്ഷൻ, റൈറ്റ്? അപ്പോ നോക്കാം. സപ്പോസ് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്, വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമുക്കറിയാം എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഒരു ഗ്രാഫ് വരയ്ക്കാം. ആ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇൻ ജനറൽ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ വേണേലും ഇരിക്കാം, അതായത് ഇങ്ങനെയൊക്കെ ഇരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യാം ഈ ഫംഗ്ഷന്റെ മാക്സിമത്തിലും മിനിമത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്. നോക്കേ, ഈ പോയിന്റ് ഈ ഫംഗ്ഷന്റെ മാക്സിമം ആണ്, ഈ പോയിന്റ് ഈ ഫംഗ്ഷന്റെ മിനിമം ആണ്. നമുക്കിവിടെ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാം, ഈ മാക്സിമത്തിലും മിനിമത്തിലും ഞാൻ ഈ ഫംഗ്ഷന്റെ ആ പർട്ടിക്കുലർ പോയിന്റിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താൽ, ഓക്കെ, ഈ 2 സ്ലോപ്പും 0 ആണ്. വേറെ ഒരു സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലായിടത്തും സ്ലോപ്പ് നോൺ സീറോ നമ്പർ ആണ്. അതായത് നമുക്കറിയാം ഒരു ഫംഗ്ഷന്റെ മാക്സിമത്തിലും മിനിമത്തിലും ആ ഫംഗ്ഷന്റെ ആ പർട്ടിക്കുലർ പോയിന്റിന്റെ സ്ലോപ്പ്, അതായത് ആ പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. സോ നമുക്ക് മനസ്സിലായി മാക്സ് ഓർ minimum implies slope of tangent is equal to 0. That implies dy by dx or d by dx of f of x equal to 0 ആയിരിക്കും. ക്ലിയർ? അതായത് ഇപ്പൊ എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷന്റെ മാക്സിമം എവിടെയാണ്, മിനിമം എവിടെയാണ് എന്ന് എനിക്കറിയണം. ഞാൻ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അതിന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എവിടെയാണ് ഡെറിവേറ്റീവ് 0 ആവുന്നത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. അതിനു മുന്നേ കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഈ പോയിന്റ് എനിക്ക് മനസ്സിലായി മാക്സിമത്തിലും മിനിമത്തിലും ആ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. എങ്കിൽ സപ്പോസ് എനിക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടി. ഈ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രീമം പോയിന്റ്സ്, റൈറ്റ്? അല്ലെങ്കിൽ നമുക്ക് ആ പോയിന്റ്സിനെ വേണമെങ്കിൽ സ്റ്റേഷനറി പോയിന്റ്സ് എന്ന് വിളിക്കാം. ബിക്കോസ് ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഫംഗ്ഷന് ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ ആ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് സ്റ്റേഷനറി ആണ്, റൈറ്റ്? അതാണ് അതിന്റെ മീനിങ്.
ഓക്കെ, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഫംഗ്ഷന്റെ സ്റ്റേഷനറി പോയിന്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രീമം പോയിന്റ്സ് എവിടെയാണെന്ന് കിട്ടും. പക്ഷേ എക്സ്ട്രീമം പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അത് മാക്സിമവും ആവാം മിനിമവും ആവാം. അപ്പൊ നമുക്കറിയേണ്ടത് ഈ കിട്ടിയിരിക്കുന്ന സ്റ്റേഷനറി പോയിന്റ്സിൽ ഏതൊക്കെയാണ് മാക്സിമം ഏതൊക്കെയാണ് മിനിമം. അതായത് ഈ മിനിമത്തിനെയും മാക്സിമത്തിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ നമുക്കൊരു അഡീഷണൽ ടെസ്റ്റ് കൂടെ വേണം. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഈ മിനിമത്തിലും മാക്സിമത്തിലും വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്ന്, രണ്ടിനെയും പരസ്പരം ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന. നമുക്ക് ഒരിക്കൽ കൂടി ഈ ഗ്രാഫിനെ കെയർഫുൾ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഈ ഗ്രാഫിന്റെ ഇവിടെ നോക്കുക. നമുക്കറിയാം ഈ ഫംഗ്ഷൻ ഇവിടെ മാക്സിമം ആണ്. ഓക്കെ, ഈ പോയിന്റിൽ ഈ ഫംഗ്ഷന്റെ സ്ലോപ്പ് എത്രയാ? 0. തൊട്ടടുത്ത പോയിന്റിൽ ഫംഗ്ഷന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സ്ലോപ്പാണ് കിട്ടുന്നത്, റൈറ്റ്? ഓക്കെ, ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സ്ലോപ്പാണ്. അതായത് ഞാൻ മാക്സിമം പോയിന്റിൽ നിന്ന് സ്ലൈറ്റ്ലി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ സ്ലോപ്പ് നെഗറ്റീവായിട്ട് മാറും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മാക്സിമം പോയിന്റിൽ സ്ലോപ്പിനുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പിന്റെ ഡെറിവേറ്റീവ്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ എനിക്ക് എഴുതാം അറ്റ് മാക്സിമം സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് ഡി സ്ക്വയർ എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് നെഗറ്റീവ്. ക്ലിയർ? മിനിമത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. മിനിമത്തില് ഇത് മിനിമം ആണ്, ഇവിടെ സ്ലോപ്പ് 0 ആണ്. പക്ഷെ ഞാൻ സ്ലൈറ്റ്ലി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സ്ലോപ്പ് ഇങ്ങനത്തെ സ്ലോപ്പാണ്, അത് പോസിറ്റീവ് സ്ലോപ്പാണ്. അതായത് ഞാൻ മാക്സിമം പോയിന്റിൽ നിന്ന് സ്ലൈറ്റ്ലി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ സ്ലോപ്പ് 0യിൽ നിന്നും ഒരു പോസിറ്റീവ് നമ്പറായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുവാണ്, റൈറ്റ്? അതായത് മിനിമം പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിനനുസരിച്ച് സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് സ്ലോപ്പിന്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്, റൈറ്റ്? സോ എനിക്ക് എഴുതാം അറ്റ് മിനിമം സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ എഫ് ഓഫ് എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് പോസിറ്റീവ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി, എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ മാക്സിമം മിനിമവും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. എനിക്ക് അതിനകത്തുനിന്ന് സ്റ്റേഷനറി പോയിന്റ്സ് കിട്ടും. സ്റ്റേഷനറി പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് സ്റ്റേഷനറി പോയിന്റ്സ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അത് മിനിമം ആണ്, നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ പോയിന്റ് മാക്സിമം ആണ്, റൈറ്റ്? ഓക്കെ, എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഫംഗ്ഷൻ മിനിമം ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഫംഗ്ഷൻ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ മാക്സിമം ആണ്. എങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകുക എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? എന്തുമായിരിക്കും സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0? ഒന്നാലോചിച്ച് നോക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്ലോപ്പിനുണ്ടാവുന്ന ചേഞ്ച് ആണ്, റൈറ്റ്? അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ലോപ്പിനുണ്ടാവുന്ന ചേഞ്ച് 0 ആണ്. അതായത് ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു സ്ലോപ്പ് ഉണ്ട്, പക്ഷെ ഞാൻ സ്ലൈറ്റ്ലി എക്സിന്റെ വാല്യൂ മാറ്റിയാലും സ്ലോപ്പ് മാറരുത്, സ്ലോപ്പ് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കണം, റൈറ്റ്? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ സ്ലോപ്പ് ഞാൻ സ്ലൈറ്റ്ലി എക്സിന്റെ വാല്യൂ മാറ്റിയാലും ചേഞ്ച് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫംഗ്ഷൻ ഓൾമോസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ ഇരിക്കും, ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കാണാൻ പറ്റും, ഈ പോയിന്റ്. അല്ലെങ്കിൽ ഞാൻ അല്ലാതെ ഒരു കേസ് വരയ്ക്കാം. സപ്പോസ് ഇതൊരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷന്റെ ഇൻക്രീസ് ചെയ്യുവാണ്. പക്ഷേ ഈ പോയിന്റ് വെച്ച് ഈ ഫംഗ്ഷൻ ഡിസൈഡ് ചെയ്യാണ്, ഓക്കെ ഇനി നമുക്ക് ഡിക്രീസ് ചെയ്യാം. അതായത് ഈ ഫംഗ്ഷന്റെ ഇങ്ങനെ പോവാണ്. അപ്പൊ ഈ ഒരു റീജിയനിൽ നോക്കുക, ഏതാണ്ട് ഈ ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഇവിടെയാണ്. ഇവിടെ ഓൾമോസ്റ്റ് കണ്ടോ, ഈ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അതെന്തുകൊണ്ടാണ് ഫ്ലാറ്റ് ആയത്? ബിക്കോസ് ഇവിടം തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നൊരു അങ്ങനെ ഒരു തോട്ട് മാത്രമേ ഈ ഫംഗ്ഷൻ ഉള്ളൂ. പക്ഷെ ഈ പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഫംഗ്ഷൻ ഡിസൈഡ് ചെയ്യാണ്, ഇനി നമുക്ക് ഡിക്രീസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്ന സ്ലോപ്പ് ഡിക്രീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അതിനിടയ്ക്കുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സ്ലോപ്പിനുണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് 0 ആവണം. ബിക്കോസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്ന സ്ലോപ്പ് അതിന് ഡിക്രീസ് ചെയ്യണമെങ്കിൽ അതിനിടയ്ക്കുള്ള പർട്ടിക്കുലർ പോയിന്റിൽ സ്ലോപ്പിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് 0 ആവണം. എന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരിക്കും, റൈറ്റ്? നമ്മൾ ഇത്തരം പോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ്സ്. ഓക്കെ, റൈറ്റ്? അപ്പോ ഓൾമോസ്റ്റ് ഫ്ലാറ്റ്, ഓക്കെ, ഇൻഫ്ലക്ഷൻ.
റൈറ്റ്. എങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് y is equal to x cube minus x square. എനിക്കറിയേണ്ടത് ഈ ഫംഗ്ഷന്റെ മാക്സിമം എവിടെയാണ്, മിനിമം എവിടെയാണ്, ഇൻഫ്ലക്ഷൻ പോയിന്റ് എവിടെയാണ്. ഇതൊക്കെ അറിയെങ്കിൽ എനിക്ക് ആക്ച്വലി ഈ ഫംഗ്ഷനെ ക്വാളിറ്റേറ്റീവ്ലി വരയ്ക്കുകയും ചെയ്യാം. അപ്പൊ എനിക്ക് അറിയേണ്ടത് ഈ ഫംഗ്ഷന്റെ മാക്സിമം എവിടെയാണ്, മിനിമം എവിടെയാണ്, ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് എവിടെയാണ്. എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. നമുക്ക് നോക്കാം ഫസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ്സിലുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്ലാൻ. സോ അപ്പൊ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എഴുതാം dy by dx equal to 3x square minus 2x. Okay, right. First derivative equal to 0. dy by dx equal to 0 implies ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റേഷനറി പോയിന്റ്സിനെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 3x സ്ക്വയർ മൈനസ് 2x is equal to 0. അല്ല എന്നുണ്ടെങ്കിൽ 3x സ്ക്വയർ ഈക്വൽ ടു 2x. ദാറ്റ് ഇംപ്ലൈസ് ഒരു എക്സും എക്സും ക്യാൻസൽ ആയി. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് x is equal to 2/3. 2/3 ആകുമ്പോൾ ഓൾമോസ്റ്റ് 0.666 എക്സെട്ര. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു സ്റ്റേഷനറി പോയിന്റ് 0.66 ആണ്. പക്ഷെ അത് മാത്രമല്ല ഒരു സ്റ്റേഷനറി പോയിന്റ് കൂടെ ഉണ്ട്. ബിക്കോസ് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ രണ്ട് സൊല്യൂഷൻ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും x is equal to 0 അതൊരു സൊല്യൂഷൻ ആണ്. ബിക്കോസ് x is equal to 0 ആകുമ്പോൾ ഇവിടെ 0 എടുത്ത് നോക്കിയാൽ രണ്ട് സൈഡും 0 അല്ലേ കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ രണ്ട് സ്റ്റേഷനറി പോയിന്റ്സ് കിട്ടി. ക്ലിയർ? അതായത് നമുക്ക് മനസ്സിലായി x is equal to 2/3 x is equal to 0 ആണ് നമ്മുടെ സ്റ്റേഷനറി പോയിന്റ്സ്. അതായത് നമ്മുടെ മാക്സിമമോ മിനിമമോ വരുന്നത് ഈ രണ്ട് പോയിന്റ്സിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. സോ നമുക്കിനി അറിയേണ്ടത് ഇതിൽ എവിടെയാണ് മാക്സിമം വരുന്നത്, എവിടെയാണ് മിനിമം വരുന്നത്. അപ്പൊ നമുക്ക് അതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എഴുതാം സെക്കൻഡ് ഡെറിവേറ്റീവ് d സ്ക്വയർ y ബൈ dx സ്ക്വയർ ഈക്വൽ ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് നമ്മുടെ ഇതായിരിക്കുന്നത്. എങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ഫംഗ്ഷനെ നമുക്ക് ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനൊരു കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6x മൈനസ് 2. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇനി അടുത്തത് എനിക്ക് ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ഈച്ച് സ്റ്റേഷനറി പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് d സ്ക്വയർ y ബൈ dx സ്ക്വയർ അറ്റ് x is equal to 0. x is equal to 0 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6 into 0 മൈനസ് 2, അതായത് മൈനസ് 2, അതായത് നെഗറ്റീവ് ആണ്. അതായത് x is equal to 0 ഫംഗ്ഷൻ മാക്സിമം ആണ്. റൈറ്റ്. എങ്കിൽ d സ്ക്വയർ y ബൈ dx സ്ക്വയർ അറ്റ് x is equal to 2/3 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 into 2/3 മൈനസ് 2. 2 ആൻസർ is equal to 2 എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ്, എന്ന് വെച്ചാൽ മിനിമം ആണ്. അതായത് നമുക്ക് മനസ്സിലായി x is equal to 0 ഫംഗ്ഷൻ മാക്സിമം ആണ്, x is equal to 2/3 ഫംഗ്ഷൻ മിനിമം ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഫംഗ്ഷൻ ഏതാണ്ട് നമുക്ക് എങ്ങനെ ഇരിക്കുന്നു വരയ്ക്കാൻ. അപ്പൊ നമുക്ക് ഓക്കെ, അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇൻഫ്ലക്ഷൻ പോയിന്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകണം. ഓക്കെ, റൈറ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ d സ്ക്വയർ y ബൈ dx സ്ക്വയർ is equal to 0 implies 6x minus 2 is equal to 0. That implies 6x is equal to 2 or x is equal to 2/6 equal to 1/3. അതായത് x is equal to 1/3 ഫംഗ്ഷൻ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്നത്, സ്ട്രേറ്റ് ലൈൻ പോലെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to x cube മൈനസ് x സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y is equal to x cube മൈനസ് x സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ XY ആക്സിസ് സിസ്റ്റം. ഓക്കെ, റൈറ്റ്. അപ്പോൾ
നമുക്ക് എന്തായാലും ഈ ഫംഗ്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും എക്സ് ഇസ് ഈക്വൽ ടു സീറോയിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു സീറോയിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. ബിക്കോസ് എനിക്ക് y ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് 0 ഈ ഫംഗ്ഷനിൽ ഒരു പോയിന്റ് ആണ്. അതായത് ഈ ഫംഗ്ഷൻ ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി മനസ്സിലായി എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് ഫംഗ്ഷന്റെ മാക്സിമം. എന്ന് വെച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ബിക്കോസ് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ മാക്സിമം ആണ്. റൈറ്റ്. ഇനി അടുത്തത് നമുക്ക് ഓൾറെഡി അറിയാം എക്സ് ഇസ് ഈക്വൽ ടു 2/3യിൽ ഫംഗ്ഷൻ മിനിമം ആണ്. 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 0.666. സപ്പോസ് ഇതാണ് നമ്മുടെ 1 എങ്കിൽ ഇത് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഒരു 0.5 ഏതാണ്ട് ഇവിടെ വരും. എങ്കിൽ 0.666 ഓൾമോസ്റ്റ് ഇവിടെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഫംഗ്ഷൻ മിനിമം ആണ്. എന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും ഈ സ്ട്രക്ചർ വരാൻ പോകുന്നു. ഈ സ്ട്രക്ചർ വരാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും മിനിമത്തിന്റെ സ്ട്രക്ചർ. ഓക്കെ. ഇനി നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു 1/3യിലാണ് ഇതിന്റെ ഇൻഫ്ലക്ഷൻ പോയിന്റ് ഇരിക്കുന്നത്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1/3യിൽ ഓൾമോസ്റ്റ് ഇത് ഫ്ലാറ്റ് ആണ്. റൈറ്റ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1/3 എവിടെ വെച്ചാൽ 1/3 എന്ന് പറഞ്ഞാൽ 0.333. 0.333 എന്ന് പറയുമ്പോൾ ഓക്കെ റൈറ്റ് ഇതാണ് ഇത്രയുമാണ് 1. അപ്പൊ അതിന്റെ 1/3 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ, അതായത് ഇവിടെ ആയിരിക്കും ഈ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നത്. റൈറ്റ്. എന്ന് വെച്ചാൽ എനിക്ക് വരയ്ക്കാം ഇവിടെയാണ് ഓൾമോസ്റ്റ് ഇവിടെ ആയിരിക്കും ഈ ഫംഗ്ഷൻ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനിടയ്ക്കുള്ള സ്ട്രക്ചർ കിട്ടി. ഈ ഫംഗ്ഷന്റെ ഈ ഒരു രീതിയിലായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ. ഇനി നമുക്ക് വേറെ ഒരിടത്തും ഫംഗ്ഷൻ മാക്സിമം ഉണ്ടെന്ന് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാലും നമുക്കറിയാം എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയോട് അടുക്കും തോറും, അതായത് എക്സിന്റെ വാല്യൂ ബിഗർ പോസിറ്റീവ് നമ്പേഴ്സ് ആവും തോറും എക്സ് സ്ക്വയറിനെക്കാളും എക്സ് ക്യൂബ് വളരെ ഡോമിനേറ്റിംഗ് ആയിരിക്കും. സോ ബിഗർ വാല്യൂസ് ഓഫ് എക്സില് ഈ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് എക്സ് ക്യൂബ് എങ്ങനെയാണോ ബിഗർ വാല്യൂസിൽ റൺ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും റൺ ചെയ്യുന്നത്. സോ ഇതിന്റെ ഗ്രാഫ് ഓൾമോസ്റ്റ് ബിഗർ വാല്യൂസ് ഓഫ് എക്സിൽ ഇൻക്രീസ് ചെയ്യും. ഇനി ഈ ഫംഗ്ഷൻ നെഗറ്റീവ് ബിഗർ വാല്യൂസിൽ, അതായത് ലാർജ് നെഗറ്റീവ് നമ്പേഴ്സിൽ അപ്പോഴും എക്സ് ക്യൂബ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് എങ്ങനെ ബിഹേവ് ചെയ്യും അതുപോലെ ആയിരിക്കും. നമുക്കറിയാം എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയോട് അടുക്കും തോറും എക്സ് ക്യൂബിന്റെ വാല്യൂ ഇൻഫിനിറ്റിയോട് അടുക്കും. എക്സ് സ്ക്വയറിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നെങ്കിലും. ബിക്കോസ് ബിഗർ വാല്യൂസിൽ എക്സ് ക്യൂബിനെക്കാളും വളരെ ലീസ്റ്റ് പവർഫുൾ ആയിരിക്കും എക്സ് സ്ക്വയർ. എക്സ് ക്യൂബ് വളരെ ഡോമിനേറ്റിംഗ് ആയിരിക്കും. സോ ഇത് കൂടുതൽ നെഗറ്റീവ് നമ്പർ ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ. റൈറ്റ്. അതായത് ഇപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എങ്ങനെ വരയ്ക്കാം, എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ. നമ്മളിപ്പോൾ അതാണ് വരച്ചത്. ഓക്കെ. റൈറ്റ്. ഇത് ബേസിക്കലി ഡിഫറൻസിയേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്.